ഗായ്സ് നമ്മളിത് സമ്മർ ഫെസ്റ്റ് കാണാൻ വന്നേക്കുവാണ് തൊടുപുഴ കോലാനി ബൈപ്പാസ്. കോലാനി ബൈപ്പാസിൽ നിന്ന് കുറച്ചുള്ളൂ കേട്ടോ, ഒരു കിലോമീറ്റർ ഉള്ളിലാട്ടോ സമ്മർ ഫെസ്റ്റ് നടക്കണേ. വൈകുന്നേരം 4 മണി തൊട്ടാട്ടോ തുടങ്ങണേ, രാത്രി 9 മണി വരെ ഉണ്ടെന്നാണ് പറയണത്. നമ്മളൊരു വൈകുന്നേരം 5-5:30 ആകുമ്പോഴെത്തി. അത്യാവശ്യം നല്ല സീനറി ഇവർ കൊടുത്തിട്ടുണ്ട്. പാസ് ഉണ്ട് കേട്ടോ, 100 വെച്ചാണ്. നമ്മൾ 2 പാസ് എടുത്തിട്ടുണ്ട്. ഉള്ളിലേക്ക് പോകുന്ന വഴി വളരെ മനോഹരമായിട്ട് ലൈറ്റും അതുപോലെ തന്നെ പൂക്കളൊക്കെ വെച്ച് അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഉള്ളിലേക്ക് ഇതുപോലെ ഇഗ്ലു, അതുപോലെ തന്നെ കുറേ മൃഗങ്ങൾ, ഷാർക്ക്, അങ്ങനെ കുറേ കരടി, അങ്ങനെ കുറേ മൃഗങ്ങളുടെ രൂപങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ചെറിയൊരു വെള്ളച്ചാട്ടം പോലെ സെറ്റാക്കിയിട്ടുണ്ട്. അത്യാവശ്യം നല്ലൊരു ഇതാട്ടോ. ഉള്ളിൽ AC ഒക്കെ നല്ല തണുത്തൊരു ഫീലാട്ടോ ഉള്ളിൽ ചെല്ലുമ്പോൾ. നല്ലൊരു നല്ലൊരു ഫീലാണ് ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ. ഈ ചൂടത്തൊക്കെ ഇതിനകത്ത് നടക്കാൻ നല്ല സുഖമായിട്ടല്ലോ, കാരണം ഒട്ടും ചൂടില്ല. അല്ലെ ഫുള്ള് ഇങ്ങനെ ഞാൻ മഞ്ഞക്കൂടെ നടക്കുമ്പോൾ നല്ല ഫീലാണ് എടുത്തിരിക്കണം. നമ്മൾ കയറിയപ്പോൾ ഞാൻ 2 ഐസ്ക്രീം മേടിച്ചിട്ട്. കൂടുതലും സ്കൂൾ അവധിക്ക് കുട്ടികളെ രസിപ്പിക്കാനുള്ള പരിപാടിയാട്ടോ കൂടുതലും. അപ്പോൾ വലിയവർക്ക് അത്ര ഇഷ്ടപ്പെട്ടൊന്നും ഇല്ല, കാരണം വെച്ചാൽ അതിനകത്ത് പ്രത്യേകിച്ച് നമ്മൾ എക്സൈറ്റ്മെൻ്റ് ആക്കുന്ന ഒന്നും കാണില്ല. കുട്ടികൾക്കൊക്കെ എടുത്തത് രസമായിരുന്നു, കാരണം പിള്ളേരൊക്കെ ഇതിലൂടെ എടുത്തുനിന്ന് ഫോട്ടോ എടുക്കുന്നവരൊക്കെ കണ്ടിട്ടോ. പിന്നെ ഫാമിലിയായിട്ട് വരുന്ന രസമായിട്ടോ, ചില്ലായിട്ട് പോകാം. പിന്നെ നമ്മൾ വേറെ കണ്ടത് മത്സ്യകന്യക കേട്ടോ. 2 മത്സ്യകന്യക ഉണ്ടെന്നാണ് പറഞ്ഞത്, നമ്മൾ ഒരാളായിട്ട് കണ്ടോളും. മത്സ്യകന്യക അടുത്തൊക്കെ ഇരുന്ന് ഓരോരുത്തരിങ്ങനെ ഫോട്ടോ എടുക്കുന്നുണ്ട്. മത്സ്യകന്യക നമുക്ക് ടാറ്റ വരുന്നുണ്ട്, അതുപോലെ കുട്ടികളുടെ അടുത്തേക്ക് പോയി ഫ്ലൈയിങ് കിസ് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഉള്ളിലേക്ക് കയറി ചെല്ലുമ്പോൾ കാണുന്നത് ഫർണിച്ചർ കുറേ ഐറ്റങ്ങൾ ഇങ്ങനെ സെയിൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ ഉള്ളിലേക്ക് കുറേ സ്റ്റോറാട്ടോ, അതായത് ഓരോരുത്തർ കട നടത്തുന്നുണ്ട്. ഈ പറയുന്ന മരുന്നുകൾ, അവിടെ ഒരു ടാൻ മാറാനുള്ളൊരു മരുന്ന് അവരുണ്ടെന്ന് പറഞ്ഞേ. നമ്മളപ്പോൾ ജസ്റ്റ് ഒന്ന് യൂസ് ചെയ്ത് നോക്കിയപ്പോൾ കുഴപ്പമില്ലാന്ന് തോന്നിയപ്പോൾ ഒന്ന് മേടിച്ചിട്ടുണ്ട്. അങ്ങനെ നമുക്ക് ഇതിനകത്തുനിന്ന് സാധനങ്ങളൊക്കെ മേടിക്കാം കേട്ടോ, അതുപോലെ മിഠായി, പലഹാരങ്ങൾ, സാധനങ്ങളെല്ലാം മേടിക്കാം. നമ്മളവിടെ നിന്ന് ഒരു അലുവ മേടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങൾ കണ്ടു പോകുമ്പോൾ ഇതുപോലെ ഒരുപാട് ഐറ്റങ്ങൾ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. അതുപോലെ ചെടിത്തൈകൾ, തൊപ്പി, കണ്ണാടി, പിന്നെ ഗേൾസിനായിട്ട് ബ്രഷസ്, അതുപോലെ ലിപ്സ്റ്റിക്ക്, പൊട്ട്, കമ്മൽ, ക്ലിപ്സ്. പിന്നെ വേറെ സ്ഥലത്ത് അച്ചാർ കൊടുക്കുന്നുണ്ട്. അച്ചാർ നമുക്ക് ടേസ്റ്റ് നോക്കാം. നമ്മൾക്ക് നല്ലതാണെന്ന് നമ്മൾ പറയുമ്പോൾ തന്നെ അവർ പാക്ക് റെഡിയായിട്ട് ഇരിക്കും കേട്ടോ, അങ്ങനെയായിട്ട് എല്ലാവരും. അത് കഴിഞ്ഞ് നമ്മൾ അതെല്ലാം കണ്ട് നമ്മൾ പയ്യെ നീങ്ങി. പിന്നെ പിള്ളേർക്ക് ഇഷ്ടപ്പെട്ട് മേടിക്കാൻ പറ്റിയ ഒരുപാട് ചോയ്സ് ഐറ്റംസ് ഉണ്ട്. വെള്ളച്ചാട്ടത്തിൻ്റെ അടിയിലൊക്കെ നല്ല രസമായിരുന്നു കേട്ടോ, ലൈറ്റൊക്കെ വെച്ച് നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളൊരു ഇടദിവസം നോക്കിയാട്ടോ പോയത്, അതുകൊണ്ട് ആൾ വളരെ കുറവായിരുന്നു കേട്ടോ, ഒരുപാട് വലിയ തിരക്കൊന്നും കണ്ടില്ല. ഞങ്ങൾ പിന്നെ അവിടെ നിന്നൊരു പോപ്കോണും മേടിച്ചു, പിന്നെ ക്യാൻഡി മേടിച്ചിട്ടോ, കോട്ടൺ ക്യാൻഡി. പിന്നെ നമ്മുടെ അവിടെ നിന്നൊരു പാനിപ്പൂരി, മസാലപ്പൂരി ഐറ്റങ്ങളൊക്കെ നമ്മൾ ടേസ്റ്റ് ചെയ്ത് കിട്ടും. എന്തായാലും വന്നാൽ നമുക്ക് നോക്കാം. പിന്നെ നമ്മളിത് 1-2 റൈഡിൽ കയറാമെന്നുണ്ട് പ്ലാൻ ചെയ്തത്. പിന്നെ എല്ലാം കൂടുതലും പിള്ളേർക്കുള്ള റൈഡായിരുന്നു. പിന്നെ ലാസ്റ്റ് ഒരെണ്ണത്തിൽ കയറിയുള്ളൂ, കാരണം അങ്ങനെ പ്രത്യേകിച്ച് എക്സൈറ്റ്മെൻ്റ് ആക്കി റൈഡൊന്നും ഞാൻ കണ്ടില്ല കേട്ടോ, നോർമൽ റൈഡുകളാണ്. അങ്ങനെ ഇതൊരു റൈഡ് ജസ്റ്റ് ഇങ്ങനെ റൗണ്ട് അടിക്കുന്നു. അപ്പോൾ ഇതിനകത്ത് കയറാൻ ഒരാൾക്ക് 100 വെച്ചാണ്. ജസ്റ്റ് ഒരു റൈഡിൽ നമ്മൾ കയറി കേട്ടോ. ഇതിനകത്ത് ഒരാൾക്ക് 100 വെച്ചാണ്. അപ്പോൾ എല്ലാം ഇതിനകത്ത് 100 വെച്ചാട്ടോ. അപ്പോൾ ഫാമിലിയായിട്ട് വരുവാണെങ്കിൽ ഇപ്പോൾ 4 പേര് കയറണമെങ്കിൽ 400 വെച്ച് അങ്ങനെ കേട്ടോ. ഇതൊരു 7-8 റൗണ്ട് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കറങ്ങും. പിന്നെ ചെറിയൊരു സ്ലൈഡുണ്ട്, ചെരുവ് പോലെ, അതേ ഉള്ളൂ കേട്ടോ, അല്ലാതെ ഇതിനകത്ത് പ്രത്യേകിച്ച് പേരൊന്നുമില്ല. ഞങ്ങൾ പരിപാടി കണ്ടിറങ്ങി. അപ്പോൾ എത്ര ഉള്ളൂ വീഡിയോ.